മലപ്പുറം ജില്ലയിലെ പ്രധാന പട്ടണവും ഒരു കാലത്ത് ജില്ലയുടെ പ്രധാന വാണിജ്യ കേന്ദ്രവുമായിരുന്ന മഞ്ചേരിയിലൂടെയാണ് നവകേരളം നവമുന്നേറ്റ യാത്ര നടത്താൻ പോകുന്നത്. സമഗ്രമായ വികസന കുതിപ്പുകൾ സാധ്യമാക്കിയ മഞ്ചേരി നിയമസഭാ മണ്ഡല പരിചയത്തിലേക്ക്. മഞ്ചേരി FM എന്ന മഞ്ചേരി ആകാശവാണി സാധ്യമായ മഞ്ചേരി പട്ടണം, മഞ്ചേരി രാമയ്യർ, മഞ്ചേരി അബ്ദുറഹ്മാൻ എന്നീ വീരകേസരികളുടെ മണ്ണായ മഞ്ചേരിക്ക് മലപ്പുറം ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രവും ഏറനാട്ടിലെ പ്രധാന പച്ചക്കറി മാർക്കറ്റ് എന്ന വിശേഷണവും സ്വന്തമാണ്. മലബാർ കലാപവുമായി ഏറെ ബന്ധങ്ങൾ മഞ്ചേരിക്കുള്ളതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പലതും മഞ്ചേരി കോവിലകവുമായി ബന്ധപ്പെട്ടതുമാണ്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നഗരസഭയും പെരിന്തൽമണ്ണ താലൂക്കിലെ കീഴാറ്റൂർ, എടപ്പറ്റ, ഏറനാട് താലൂക്കിലെ പാണ്ടിക്കാട്, തൃക്കലങ്ങോട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് മഞ്ചേരി നിയമസഭാ മണ്ഡലം. നിലവിൽ UA ലത്തീഫാണ് മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ സാമാജികൻ. എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത്, കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ 4 പഞ്ചായത്തുകൾ, പാണ്ടിക്കാട് പഞ്ചായത്ത്, 4 പഞ്ചായത്തുകൾ, ഒരു മുനിസിപ്പാലിറ്റി. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ രീതിയിലേക്കുള്ള സാമ്പത്തിക സഹായമാണ് ഗവൺമെൻറ് ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പിടിപ്പുകേട് മൂലം പല പദ്ധതികളും നടപ്പിലാക്കാതെ ഫണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലെ വികസനമടക്കം ത്വരിതപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള പ്ലാൻ ഫണ്ട് വിഹിതം കേരള ഗവൺമെൻറ് നൽകുന്നു. 2008 നിയമസഭാ പുനർനിർണയത്തിന് മുൻപ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നഗരസഭയും ഊർങ്ങാട്ടിരി, കീഴുപറമ്പ്, കുഴിമണ്ണ, ചീക്കോട്, അരീക്കോട്, കാവന്നൂർ, പുൽപ്പറ്റ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു മഞ്ചേരി നിയമസഭാ മണ്ഡലം. വിദ്യാഭ്യാസ മേഖലയിൽ ശക്തവും സുതാര്യവുമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ ഉറപ്പാക്കിയതോടെ മണ്ഡലത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾ പുത്തൻ രൂപമാറ്റത്തിലേക്ക് കടക്കുകയായിരുന്നു. ഗവൺമെൻറ് ഹൈസ്കൂൾ പന്നിപ്പാറ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരക്കുന്ന്, പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെയുള്ള വിദ്യാലയങ്ങൾ മുഖം മിനുക്കി മണ്ഡലത്തിലെ വികസന കുതിപ്പിന് കരുത്തായിരിക്കുകയാണ്. ഒട്ടേറെ പ്രഗത്ഭരുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വിദ്യാലയമാണ് മഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ. മലപ്പുറം ജില്ലയിലെ ആദ്യ വിദ്യാലയം യാഥാർത്ഥ്യമായതും മഞ്ചേരിയിൽ തന്നെയാണ്. സ്കൂളുകളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കിഫ്ബി പദ്ധതി അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഞ്ചേരി മണ്ഡലത്തിനകത്തെ മുഴുവൻ സ്കൂളുകളിലും ഒരു സ്കൂളിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്താത്തതില്ല എന്ന് തന്നെ പറയാം. ഒരു 100 കോടിക്കപ്പുറം പണം സ്കൂളുകളുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് മറ്റ് പദ്ധതികൾക്കായിട്ട് ഈ മഞ്ചേരി മണ്ഡലത്തിനകത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ മഞ്ചേരിയിലുള്ള ടെക്നിക്കൽ സ്കൂൾ, ആ ടെക്നിക്കൽ സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. അവിടെ ഒട്ടനവധി പുതിയ കോഴ്സുകളും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് അത് പോളിടെക്നിക്കായി ഒരു പുതിയ ഒരു മിനി എൻജിനീയറിംഗ് കോളേജിനെ പോലെ അത് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ വിദ്യാലയങ്ങളിൽ ഏറ്റവും ലോവർ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകളുടെ കെട്ടിടങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും ത്വരിതഗതിയിൽ മാറിയിട്ടുണ്ട്. ഇന്ന് മഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിലെ പുതിയൊരു കെട്ടിടത്തിൻ്റെ ബ്ലോക്ക് ശിലാസ്ഥാപനം നടത്താൻ പോവുകയാണ്. അപ്പോൾ ഇന്നടക്കം അതിൻ്റെ പ്രവൃത്തി കഴിഞ്ഞിരിക്കുന്നു. മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിന് ഈ കഴിഞ്ഞ ബഡ്ജറ്റിലും 3 കോടിയിലധികം രൂപ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അങ്ങനെ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ സ്കൂളുകൾ ആ തരത്തിലേക്ക് മാറി.
മഞ്ചേരിയിലെ വാണിജ്യ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ വന്നിരിക്കുന്ന പ്രകടമായ മാറ്റങ്ങൾ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയാണ്. ആരോഗ്യമേഖലയിൽ സർവ്വസജ്ജമായി പ്രവർത്തനം തുടരുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജ് മണ്ഡലത്തിനകത്തും പുറത്തും മലപ്പുറം ജില്ലയിൽ മൊത്തമായും പ്രത്യാശ പടർത്തുന്നതും സർക്കാർ ഇടപെടലുകൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിൻ്റെയും തെളിവായി കണക്കാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 576 കോടി രൂപയാണ് മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിനായിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. അവിടെ ഓഡിറ്റോറിയം, പുതിയ ഓഡിറ്റോറിയം, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമുള്ള പ്രത്യേകം ഹോസ്റ്റലുകൾ, അധ്യാപകർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകൾ, ബിൽഡിങ്ങിൻ്റെ ആശുപത്രിയുടെ പുതിയ ബ്ലോക്കുകൾ, കാത്ത് ലാബ് അടക്കമുള്ള അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, സ്കാനിങ് തുടങ്ങിയിട്ടുള്ള മെഷീനറികൾ തുടങ്ങിയ ഒട്ടനവധി മാറ്റം ആ മെഡിക്കൽ കോളേജിനകത്ത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായി. 576 കോടി രൂപയിലധികം അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെ നല്ല ചികിത്സ ഇന്ന് ലഭിക്കുന്നു. മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ടായിട്ടുണ്ട്. ചികിത്സിക്കുന്നവർക്ക് ഡോക്ടറെ സാമീപ്യം മാത്രമല്ല, പരിശോധന മാത്രമല്ല, അവർക്കുള്ള മരുന്നുകളും മറ്റ് സൗകര്യങ്ങളും ആ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ടത് മറ്റ് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ മഞ്ചേരി മണ്ഡലത്തിനകത്ത് പുതിയ ഒട്ടനവധി പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ വന്നു. ഉണ്ടായിരുന്ന ഹെൽത്ത് സെൻ്ററുകളൊക്കെ അതിൻ്റെ മാറ്റം വലിയ രീതിയിലേക്ക് ഗുണനിലവാരത്തിൽ മെച്ചപ്പെട്ടു. ആളുകൾക്ക് സമീപിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറി. അങ്ങനെ ആരോഗ്യ മേഖലയിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മണ്ഡലത്തിനകത്ത് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ചേരി പഴയ മഞ്ചേരിയല്ല. നാൾക്കുനാൾ വികസന ചിത്രങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന മഞ്ചേരി മണ്ഡലം അടങ്ങാത്ത അശ്വം കണക്ക് വികസന പാതയിൽ കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എക്കാലത്തേക്കാളും ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങളുടെ ഈ തലമുറ കടന്നു പോകുന്നത്. ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് ഒരു ഭരണ സംവിധാനം എങ്ങനെയാകണം എന്നുള്ളതിൽ വലിയ ഇടപെടൽ ഈ ഗവൺമെൻറ് നടത്തുന്നു. ഒരു ഭരണപക്ഷ മണ്ഡലമെന്നോ പ്രതിപക്ഷ മണ്ഡലമെന്നോ വ്യത്യാസമില്ലാത്ത തരത്തിലാണ് മഞ്ചേരി മണ്ഡലത്തോട് കേരള ഗവൺമെൻറ് പുലർത്തുന്ന സമീപനം. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പൊതുഗതാഗത മേഖലയാകെ റോഡുകളാകെ മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മഞ്ചേരി മണ്ഡലത്തിനകത്ത് 80% പൊതുമരാമത്ത് റോഡുകളും BMLDC നടത്തിക്കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. പ്രധാനപ്പെട്ട നഗരവീഥികളിലെ അപ്പുറത്തേക്ക് ഗ്രാമങ്ങളിലേക്കുള്ള റോഡുകൾ വരെ BMLDC ചെയ്ത് PWD ഏറ്റെടുത്ത മുഴുവൻ റോഡുകളും BMLDC ചെയ്ത് നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ തന്നെ ടേക്ക് എ റെസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് തെരുവുകളിൽ, ഹൈവേകളുടെ ഓരങ്ങളിൽ വിശ്രമ മന്ദിരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നവകേരള നവമുന്നേറ്റ മാതൃകയിൽ മഞ്ചേരിയുടെ സ്ഥാനം മുൻവരിയിൽ തന്നെയാണെന്ന ഉറപ്പാണ് മണ്ഡല പരിചയത്തിലൂടെ ബോധ്യപ്പെടുന്നത്. മഞ്ചേരിയിലെ 96-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിടിച്ചു വച്ച ഭൂമി തിരിച്ചു നൽകിക്കൊണ്ട് അവർക്ക് പട്ടയം നൽകി എന്നുള്ളത് വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് 36.5 ഏക്കർ ഭൂമിയിൽ ഒട്ടനവധി കുടുംബങ്ങൾക്ക് 100-ൻ്റെ അടുത്ത് വരുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകിക്കൊണ്ട് അവരുടെ തീരാ ദുരിതത്തിന് പരിഹാരം കണ്ട വർഷങ്ങളോളം നീണ്ട ശ്രമത്തിനൊടുവിൽ ഈ ഗവൺമെൻറ് അത് നടപ്പിലാക്കിയിരിക്കുകയാണ്. അവർക്കെല്ലാം പട്ടയം നൽകിക്കഴിഞ്ഞു. അതുപോലെ തന്നെ സ്റ്റേഡിയം, മഞ്ചേരി സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്കാണ് അത് ഉയർത്തിയിരിക്കുന്നത്. മഞ്ചേരി പയ്യനാടുള്ള സ്റ്റേഡിയം ഇന്ന് ലോക നിലവാരത്തിലേക്ക് ഉയർത്തി അവിടെ ലോക നിലവാരത്തിലുള്ള ലോക കപ്പടക്കം നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ആ സ്റ്റേഡിയം മാറിയിരിക്കുകയാണ്. ആ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആ തരത്തിലേക്ക് ആ സ്റ്റേഡിയത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവിടെ നടത്തിയിരിക്കുന്നത്. നാൾക്കുനാൾ വികസന ചിത്രങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മഞ്ചേരി മണ്ഡലം വികസന പാതയിൽ കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചരിത്രത്തിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾ നിറയുന്ന നാടാണ് ചേലക്കര.
ഡിലേനോയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യം 1762 തിരുവിതാംകൂർ കൊച്ചി ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ സാമൂതിരിയുമായി നടത്തിയ യുദ്ധത്തിന് അന്ത്യം കുറിച്ചത് ചേലക്കരയിൽ വച്ചായിരുന്നു എന്നത് ഈ പ്രദേശത്തിൻ്റെ ചരിത്ര പ്രാധാന്യമാണ് വരച്ചു കാട്ടുന്നത്. ആ ചരിത്രഭൂമിയിലെ വികസന കാഴ്ചകളിലൂടെയാണ് ഇന്ന് നവകേരളം നവമുന്നേറ്റത്തിൻ്റെ യാത്ര. ദ്രാവിഡ സംജ്ഞയായ പുരാതനമായ അന്തിമഹാകാളൻകാവ് സ്ഥിതി ചെയ്യുന്ന ചേലക്കര പഴയ ദ്രാവിഡ ബന്ധം ദൃഢപ്പെടുത്തുന്ന മണ്ഡലമാണ്. ഭാവി തലമുറകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദ്യാഭ്യാസം കൂടി എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം നിലവാരത്തിലുള്ള കുട്ടികളായതുകൊണ്ട് അവർ മറ്റ് സ്ഥലങ്ങൾക്ക് ജോലി തേടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ നമുക്ക് ഇവിടെ തന്നെ IT രംഗത്തെല്ലാം ഒരു തൊഴിൽ കൊണ്ടുവരാൻ വേണ്ടി വർക്ക് നിയർ ഹോം എന്നുള്ള പദ്ധതികളെല്ലാം ഗവൺമെൻറ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി നമുക്കിപ്പോൾ ഗവൺമെൻറ് കൈവശമുള്ള സ്ഥലം കുറച്ചുണ്ടെങ്കിലും ഇനി സ്വകാര്യ വ്യക്തികളെ സമീപിച്ച് ആ സ്ഥലം കൂടെ ഗവൺമെൻറ് കിട്ടത്തക്ക രീതിയിൽ ഉണ്ടെങ്കിൽ അതിലൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമി കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഈ മൾട്ടി ലെവൽ സ്റ്റോറേജ് ബിൽഡിങ്ങിൽ അവിടെ തന്നെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്ക് വന്ന് ജോലി ചെയ്യാനും വിദേശ കമ്പനികളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാനുള്ള സാധ്യതകൾ ധാരാളം ഇപ്പോൾ സംസ്ഥാനത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചേലക്കരയിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന രീതിയിൽ ഞങ്ങളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവി തലമുറകൾക്ക് അതൊരു വലിയ ആശ്വാസമായി മാറും. തലപ്പള്ളി താലൂക്കിലെ ചേലക്കര, ദേശമംഗലം, കൊണ്ടാഴി, മുള്ളൂർക്കര, പാഞ്ഞാൾ, പഴയന്നൂർ, തിരുവില്ലുവാമല, വള്ളത്തോൾ നഗർ, വരവൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ വികസനത്തിന്റെ പുത്തൻ കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യമാവുകയാണ്. സമസ്ത മേഖലകളെയും കൈപിടിച്ചുയർത്തുന്ന വികസന പദ്ധതികളാണ് ചേലക്കരയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. 25 കോടി രൂപ വിനിയോഗിച്ച് വിഭാവനം ചെയ്തിരിക്കുന്ന ഗായത്രി പുഴയിൽ എഴുന്നള്ളത്ത് കടവ് പാലം വികസന വഴിയിലെ നാഴികക്കല്ലായി മാറും. അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നല്ലപോലെ വർദ്ധിപ്പിക്കും. ഇപ്പോൾ PWD റോഡ് ഇനി നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു 8% കൂടിപ്പോയാൽ 8% മാത്രമാണ് ഇനി BMBC നിലവാരത്തിൽ റോഡ് നിർമ്മിക്കാൻ കഴിയുന്നത്. മണ്ഡലത്തിലെ ഏത് ഭാഗത്തെടുത്ത് സഞ്ചരിച്ചാലും നല്ല റോഡ് നമുക്ക് മാറ്റിയെടുക്കാൻ BMBC നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ കണക്കനുസരിച്ച് 7% മാത്രമാണ് ഇനി നമുക്ക് ശേഷിക്കുന്നുള്ളൂ. ആ 7% ഈ കൊല്ലത്തോടുകൂടി അതും കൂടെ പൂർത്തീകരിക്കപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല റോഡും പ്രപ്പോസൽ കൊടുത്ത് അതിൻ്റെ ടെൻഡർ നടപടിയായിട്ടുണ്ട്. ചെറിയ താമസം വരുന്നത് ഇപ്പോൾ ഈ ഏപ്രിൽ 1 മുതൽ നമുക്കറിയാം ഗവൺമെൻറ് ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച പുതിയ ഷെഡ്യൂൾ റേറ്റ് തീരുമാനിച്ചപ്പോൾ പല കരാറുകാരും നിലവിലെടുത്തതൊന്നും പിന്നാക്കം നിൽക്കുക. അത് സംസ്ഥാനത്തെ എമ്പാടുള്ള ഒരു വിഷയമാണത്. അപ്പോൾ അത് പുതിയ ഷെഡ്യൂൾ റേറ്റ് അനുസരിച്ച് ഒന്ന് റീഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ ടെൻഡർ ചെയ്യുമ്പോൾ ഈ കൊല്ലത്തോടു കൂടി നമ്മുടെ ചേലക്കര മണ്ഡലത്തിൽ എല്ലാ PWD റോഡുകളും BMBC നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമുക്ക് മുഴുമിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ നിന്ന് വന്നാലും മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നാലും അങ്ങനെ തൃശ്ശൂർ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നാലും ചേലക്കര മണ്ഡലത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നല്ല റോഡായി. ഇപ്പോൾ ഞങ്ങളൊരു കണക്കെടുത്ത് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നും നെടുമ്പാശ്ശേരിക്ക് കടന്നു പോകുന്നത് ചേലക്കര വഴി കൂടിയാണ്. ദേശമംഗലം വരവൂർ വഴി വടക്കാഞ്ചേരി വഴി തൃശ്ശൂർക്ക് പോകാൻ എളുപ്പമാർഗ്ഗമാണ്. ആ മാർഗം അവർക്ക് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ മണ്ഡലത്തിനകത്ത് തന്നെ ഈ യാത്രാ സൗകര്യം എളുപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള ബൈപ്പാസ് ഉൾപ്പെടെയുള്ള അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന പാലങ്ങളുടെ പണി അന്തിമഘട്ടത്തിൽ നടക്കുന്നു. ഇതിനകത്ത് തന്നെ പഞ്ചായത്ത് കുത്താമ്പള്ളി പോലുള്ള വളരെ ലോകപ്രശസ്തമായ സ്ഥലമാണ്. അവിടെ കുത്താമ്പള്ളിയും മറ്റ് സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള പാലം ഉൾപ്പെടെ അതിൻ്റെ പണികൾ അവസാന ഘട്ടത്തിൽ പോകുന്നു. നമ്മുടെ തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും ബന്ധിപ്പിച്ചാൽ മെഡിക്കൽ കോളേജിലേക്ക് ഏറ്റവും കൂടുതൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എളുപ്പമാർഗം പാലക്കാട് ജില്ലയിൽ എത്താൻ പറ്റുന്ന കൊണ്ടയ്യൂർ ഓങ്ങല്ലൂർ പാലുണ്ട്. അതിൻ്റെ ഇപ്പോൾ അക്വസിഷൻ നടപടിയിലേക്ക് കിടക്കുകയാണ്. അതുകൂടെ കഴിഞ്ഞാൽ ടെൻഡർ നടപടിയായിട്ട് അതിൻ്റെ പണി ആരംഭിക്കാൻ കഴിയും. അതേപോലെ നമ്മുടെ ചേലക്കര എന്ന് പറഞ്ഞ് നമ്മുടെ കഴിഞ്ഞ ഫ്ലഡിൽ നമുക്ക് റീബിൽഡ് കേരള ഉൾപ്പെടുത്തിക്കൊണ്ട് 120 കോടി ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ വാഴക്കോട് മുതൽ പ്ലാഴി വരെ നല്ല റോഡ് ആക്കി മാറ്റി. പക്ഷേ ചേലക്കര അങ്ങാടി കുറച്ച് ചുരുങ്ങിയതുകൊണ്ട് അവിടെ നമുക്ക് ബൈപ്പാസ് അതെയും ഇതിൻ്റെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടം. അതും അക്വസിഷൻ നടപടിയായി നമുക്ക് അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്.
അതും കൂടെ കഴിഞ്ഞോടുകൂടി അതും ടെൻഡർ ചെയ്യപ്പെടും. സുഗമമായ സഞ്ചാരപാതയൊരുക്കി ഗതാഗത സംവിധാനം കാര്യക്ഷമമാക്കുവാനുള്ള റോഡ് നവീകരണവും മണ്ഡലത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ദേശമംഗലം കൊണ്ടിയൂർ റോഡ് നിർമ്മാണത്തിന് 3 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. പഴയന്നൂർ വെള്ളാർമുള നവീകരണത്തിന് 1 കോടി രൂപയും കള്ളിമംഗലം പാഞ്ഞാൾ റോഡ് നവീകരണത്തിന് 30 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വരവൂർ നടത്തറ റോഡ് നവീകരിക്കുന്നത്. കുട്ടികളുടെ വിശ്രമ ഇടവേളകളെ ഉല്ലാസപ്രദമാക്കുക, സമ്പുഷ്ടമാക്കുക എന്നിങ്ങനെ ലക്ഷ്യങ്ങളോടെ ചെറുതുരുത്തിയിൽ നിള നദിയുടെ തീരത്ത് കിഡ്സ് പാർക്കും സ്വപ്ന പദ്ധതിയാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൂടുതൽ വരുന്ന 2-3 ടൗണുകൾ ഈ മണ്ഡലത്തിനകത്തുണ്ട്. ഒന്ന് കുത്താമ്പള്ളി തുണി തരത്തിന് വേണ്ടി വാങ്ങാൻ വേണ്ടി മാത്രമല്ല, അവിടെ വില്വാതിരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നടക്കുന്ന ഉത്സവങ്ങൾക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരുന്ന ഒരു പ്രദേശമാണ് തിരുവില്ലാമലയിലെ കുത്താമ്പള്ളി ഉൾപ്പെടെയുള്ള തിരുവില്ലാമല പ്രദേശം. അവിടുത്തെ ടൗണ് ഇത്തരം വിശേഷ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെയാണ് ചെറുതുരുത്തി ഒരു ടൂറിസം കേന്ദ്രം എന്ന നിലയ്ക്ക് ടൂറിസം അവിടെ നിലയുമായി ബന്ധപ്പെട്ട് പുഴയുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം അവിടുത്തെ ഭക്ഷണം ശാലകളെല്ലാം ഒരു മത്സരിച്ചാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ധാരാളം ആളുകൾ വിവിധ പ്രദേശങ്ങൾ ചെറുതുരുത്തി കേന്ദ്രീകരിച്ച് കലാമണ്ഡലമായി കേന്ദ്രീകരിച്ച് അവിടെ ധാരാളം ആളുകൾ വിദേശികളും വരുന്നു പോകുന്ന ഒരു ടൗൺ കൂടിയാണ്. അതുപോലെ ഒട്ടും കുറവില്ലാത്ത രീതിയിൽ തന്നെയാണ് ചേലക്കരയും പഴയന്നൂരും. അപ്പോൾ ഈ 5 ടൗണുകളും തിരുവില്ലാമല ഉൾപ്പെടെ വരുന്ന 5 കുത്താമ്പള്ളി ഉൾപ്പെടെ വരുന്ന 5 ടൗണുകളും നമ്മൾ ടൗൺ സൗന്ദര്യം കൂടെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പോലെ ടൗണുകൾ നല്ല ഒരു വൃത്തിയുള്ള ടൗണും ആളുകൾക്ക് വന്ന് വൈകിട്ട് നേരം ഷോപ്പിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി പോകാനും ഭക്ഷണം കഴിച്ചു പോകാനും പറ്റുന്ന രീതിയിൽ ഇതും കൂടെ ആവുന്നതോടുകൂടി ഒരു സുന്ദരമായ ഒരു മണ്ഡലമായി അതുകൂടെ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതും കൂടെ നമുക്ക് ഈ ബഡ്ജറ്റിൽ ഗവൺമെൻറ് അംഗീകാരം തന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് വരുന്നതോടുകൂടി വേറൊരു മുഖമായി ചേലക്കര മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ആരോഗ്യ പരിപാലനവും സംരക്ഷണവും ഉറപ്പുവരുത്തുവാനായി 2 കോടി രൂപ വിനിയോഗിച്ചുള്ള ജിംനേഷ്യം നിർമ്മിക്കുന്നതും വികസന പദ്ധതികളിലൊന്നാണ്. കായിക രംഗത്തിന് പുത്തൻ ഉണർവേകുന്ന ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണവും മറ്റൊരു സ്വപ്ന പദ്ധതിയാണ്. 2 കോടി രൂപ ചെലവഴിച്ചാണ് വള്ളത്തോൾ നഗർ മാർക്കറ്റ് ഇൻഡോർ സ്റ്റേഡിയം വിഭാവനം ചെയ്തിരിക്കുന്നത്. വിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുള്ള കർമ്മ പദ്ധതികൾക്കും മണ്ഡലത്തിൽ രൂപം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളുകളെല്ലാം സാധാരണക്കാരൻ്റെയും കർഷകത്തൊഴിലാളിയും അതുപോലെ തന്നെ മറ്റ് തൊഴിലിൽ പോകുന്ന കൂലിപ്പണി എടുക്കുന്ന ആളുകൾ ധാരാളം ഉള്ള ഒരു പ്രദേശമാണ്. ഏകദേശം 500 ചില്ലാനം പട്ടികജാതി സങ്കേതങ്ങളുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അവിടെ അത്തരം കേന്ദ്രങ്ങളെല്ലാം പാവപ്പെട്ട ആളുകളുടെ മക്കൾ പഠിക്കാൻ വലിയ പണം കൊടുത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ പോകാൻ കഴിയില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതിപ്പോൾ ഗവൺമെൻറ് നയം അനുസരിച്ച് എല്ലാ സ്കൂളുകളും നല്ല നിലവാരത്തിൽ മാറ്റം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചത് ചേലക്കരയ്ക്കാണ് ആ കാര്യത്തിൽ. കാരണം ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ വിദ്യാലയങ്ങളുള്ളതും ആ വിദ്യാലയങ്ങളെല്ലാം ഗവൺമെൻറ് നയത്തിൻ്റെ ഭാഗമായി നല്ല കെട്ടിടങ്ങളും നല്ല സൗകര്യവും പഠിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാക്കിയതും നമുക്ക് ചെയ്യാൻ പറ്റിയത് ചേലക്കരയിലാണ് ഏറ്റവും കൂടുതൽ. മറ്റ് പല മണ്ഡലങ്ങൾക്കും അവർ കണക്കാക്കി MLA കൊണ്ട് പറഞ്ഞത് എന്തോ സ്വാധീനിച്ച് നിങ്ങൾ കൊണ്ടുവന്നു എന്ന അർത്ഥത്തിലാണ് പലരും ഒരു തമാശ രൂപത്തിൽ പറഞ്ഞത്. അല്ല, സത്യത്തിൽ ഗവൺമെൻറ് നയം അനുസരിച്ച് എവിടെയാണ് കുട്ടികൾ കൂടുതലുള്ള ഗവൺമെൻറ്റോ സ്കൂളുകളുണ്ടോ ആ സ്കൂളുകളെല്ലാം ആദ്യഘട്ടം പരിഗണിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഏറ്റവും അങ്ങനെ പരിശോധിച്ചപ്പോൾ 1000 കുട്ടികളുടെ കൂടുതലുള്ള സ്കൂളുകളും 800-ൽ കൂടുതൽ കുട്ടികളുടെ സ്കൂളുകളും എടുത്ത് കണക്കാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ചേലക്കരയ്ക്കാണ് ഒറ്റയടിക്ക് എല്ലാ സ്കൂളുകളും നമുക്ക് അങ്ങനെ മാറ്റം വരുത്താൻ കഴിഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിൽ സ്കൂളെല്ലാം നല്ല സൗകര്യത്തോട് മാത്രമല്ല അതിനകത്ത് ഓരോ സൗകര്യങ്ങളും ലാബും ഉൾപ്പെടെയുള്ള പല സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റിസൾട്ട് നിലവാരവും നല്ല പോലെ നമ്മൾ നോക്കി പരിശോധിച്ചാൽ നമ്മുടെ ഓരോ ഗവൺമെൻറ് സ്കൂളിലും കുട്ടികളുടെ റിസൾട്ട് നിലവാരം നല്ല പോലെ മറ്റ് സ്വകാര്യ സ്കൂളുകളെ കടപിടിക്കുന്ന രീതിയിലുള്ള നല്ല റിസൾട്ടുകളാണ് ഇപ്പോൾ അവിടെ ലഭിച്ചിട്ടുണ്ട്. കാരണം അത്രയും നല്ല അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
IHRD കോളേജ് ഇവിടെ വന്നത് വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്ത് പോളിടെക്നിക്ക് അത് വലിയൊരു ആശ്വാസമായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാഞ്ഞാൽ പഞ്ചായത്ത് അതും നമുക്ക് പുതിയ കോഴ്സുകൾ ഇനി കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു വലിയ ആശ്വാസം. തൊട്ടടുത്ത അപ്പുറത്ത് പരിശോധിച്ചാൽ നമ്മുടെ തിരുവില്ലാമല പരിശോധിച്ചാൽ MRS സ്കൂള് കുട്ടികളെ തങ്ങി പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതേപോലെ ഈ വരവൂർ പഞ്ചായത്ത് പട്ടികജാതി കുട്ടികൾക്ക് വേണ്ടിയുള്ള ITI സജീവമായി നടക്കുന്നു. തൊട്ടപ്പുറത്തെ ദേശമംഗലത്തെ ITI പുതിയ കോഴ്സ് ഇപ്പോൾ അവിടെ വരാൻ പോകുന്നു. അതോടുകൂടി നമുക്കിപ്പോൾ കുട്ടികൾക്ക് ഇവിടെ തന്നെ പഠിക്കാനുള്ള സൗകര്യം ഡിഗ്രിയും അതുപോലെ തന്നെ തൊഴിൽ കോഴ്സുകളും ഉൾപ്പെടെയുള്ള എല്ലാം ഇവിടെ തന്നെ പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത പോലെ പുതിയ കോഴ്സുകൾ AI ടെക്നോളജി ഉൾപ്പെടെല്ലാം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേലക്കരയുടെ വികസന സ്വപ്നങ്ങൾ ഈ മണ്ണിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു ജനതയുടെ കാലങ്ങളായുള്ള ആവശ്യങ്ങൾ കൂടിയാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ചേലൊത്ത വികസനങ്ങളുമായി ചേലക്കര അടിമുടി മാറുകയാണ്. കാലത്തിൻ്റെ ചുവരുകളിൽ മാറ്റത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി.